രാജ്യഭേദമന്യേ താരങ്ങളെ അവർ അഭിനേതാക്കളാവട്ടെ, പാട്ടുകാരാവട്ടെ, അത്ലറ്റുകളാവട്ടെ, ആരുമായിക്കൊള്ളട്ടെ ആരാധിക്കുന്നത് തെറ്റൊന്നുമല്ല. പക്ഷേ സ്വന്തം രാജ്യത്തെ അധിക്ഷേപിച്ച ആളോടുള്ള ഉള്ളിലുള്ള ആരാധന തീരുന്നില്ലെങ്കിൽ പോട്ടെ, പക്ഷേ അതൊരു സംഘടനയുടെ സാംസ്കാരിക ചടങ്ങിൽ വിളിച്ചു വരുത്തി ആഘോഷിക്കുന്നതിന് എന്ത് ന്യായീകരണമാണുള്ളത്? അതും സ്വന്തം സാംസ്കാരിക പരിപാടികൾ മാറ്റിവെച്ച്. മെയ് 25-ന് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലുമിനി അസോസിയേഷൻ ദുബായ് ഔദ് മെഹത്തയിലെ പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഓർമ്മ ചുവടുകൾ 2025 എന്ന പരിപാടിയിലാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയെ പരിഹസിച്ച മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റർ ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുല്ലും എത്തിയത്. ഇവരെ ചടങ്ങിന്റെ ഭാരവാഹികൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നതിന്റെയും തുടർന്ന് ഇവർ കേരളത്തെ പുകഴ്ത്തി സംസാരിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു. സ്വന്തം സാംസ്കാരിക പരിപാടി നിർത്തിവെച്ചാണ് ഷാഹിദ് അഫ്രീദിക്ക് സംഘാടകർ ഊഷ്മള സ്വീകരണം നൽകിയത് എന്ന് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ്. തൊട്ടടുത്ത് പാകിസ്ഥാൻ അസോസിയേഷൻ ഓഫ് ദുബായ് നടത്തിയ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഇവരെ സംഘാടകർ ക്ഷണിക്കുകയായിരുന്നു എന്നാണ് വിവരം. കേരളത്തിലെ ഭക്ഷണത്തെക്കുറിച്ചൊക്കെ അഫ്രീദി പുകഴ്ത്തിയത് കേട്ട് കോരിത്തരിച്ചിരിക്കുകയാണോ ഈ സംഘാടകരും ആ ചടങ്ങിന് സാക്ഷികളായവരും? ലോകത്തെമ്പാടുമുള്ള മതമൗലികവാദികളെന്ന പേരിൽ രാജ്യവിരുദ്ധത മാത്രം പറയുന്നവരും ഒരവസരം കിട്ടിയാൽ BJPക്കെതിരെ എന്ന വ്യാജേന ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിക്കുന്നവരും കേരള ഭക്ഷണത്തെ പുകഴ്ത്തി അഫ്രീദിക്ക് സാമ്പാർ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാത്ത വേദനയിലായിരിക്കുമോ ഇനിയിപ്പോ സംഘാടകർ? കേരളത്തെ പുകഴ്ത്തിയതിലൂടെ ഇന്ത്യയെ താറടിച്ചത് ഇല്ലാതാകുമോ? അതോ കേരളം ഇന്ത്യയിലല്ലേ? അഫ്രീദി പരിഹസിച്ചത് ഇന്ത്യയെ അല്ല BJP ആണെന്നാണോ ഇനിയിപ്പോ പറഞ്ഞു വെക്കുന്നത്? ഇന്ത്യയെ പരിഹസിച്ച അഫ്രീദിക്ക് ഇന്ത്യൻ സമൂഹം സ്വീകരണം നൽകി എന്ന് പറയുമ്പോൾ ഈ സ്വീകരണം നൽകിയവർ ഇന്ത്യക്കാരല്ലേ? അതോ തിരക്ക് പിടിച്ച പ്രവാസ ജീവിതത്തിനിടയിൽ പഹൽഗാമിൽ എന്ത് സംഭവിച്ചെന്നോ അതിനെ തുടർന്ന് അഫ്രീദി ഇന്ത്യയെക്കുറിച്ച് എന്ത് പറഞ്ഞെന്നോ ഒരു ധാരണയും ഇല്ലാതെ അപ്പുറത്ത് ഒരു ക്രിക്കറ്റ് കളിക്കാരൻ വന്നിട്ടുണ്ട്, വിളിച്ചാൽ നമ്മുടെ ചടങ്ങിലും വരും, എന്നാ പിന്നെ ഒരു ഗുമ്മിന് ഇരുന്നോട്ടെ, നമുക്കും ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് എന്ന് കരുതി നിഷ്കളങ്കമായി സ്റ്റേജിലേക്ക് അഫ്രീദി ആനയിച്ചതാണോ ഇവർ? അത്രയ്ക്ക് നിഷ്കളങ്കരാണ് കുസാറ്റിൽ നിന്നും പഠിച്ചിറങ്ങിയ മിടുക്കന്മാരും മിടുക്കത്തികളും എന്ന് നമ്മൾ വിശ്വസിക്കണോ? എന്നാൽ അവരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട്. ഏപ്രിൽ 22-ന് പാക് പിന്തുണയുള്ള ഭീകരർ 26 നിരപരാധികളായി കൊല ചെയ്ത പഹൽഗാം ആക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് ഒരു പടക്കം പൊട്ടിയാൽ പോലും ഇന്ത്യ പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുന്നുവെന്ന് അഫ്രീദി കളിയാക്കിയത്. പാകിസ്ഥാനുമേൽ കുറ്റം ആരോപിക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളെയും ഭീകരാക്രമണം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യയിലെ മാധ്യമങ്ങളെയും അഫ്രീദി കുറ്റപ്പെടുത്തിയിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ ഇന്ത്യ തന്നെയാണെന്നായിരുന്നു ഷാഹിദ് അഫ്രീദി ആരോപിച്ചത്. അരമണിക്കൂറോളം ആക്രമണം നടന്നിട്ട് ഒരു ഇന്ത്യൻ സൈനികം പോലും വന്നില്ല എന്നും സ്വന്തം ജനങ്ങളെ കൊന്നിട്ട് പഴി പാകിസ്ഥാനുമേൽ ചുമത്തുകയാണ് ഇന്ത്യ എന്നുമാണ് അഫ്രീദി ആരോപിച്ചിരുന്നത്. ആക്രമണം കഴിഞ്ഞ് 1 മണിക്കൂറിനകം മാധ്യമങ്ങൾ ബോളിവുഡ് പോലെയാണ് എന്നും അഫ്രീദി പറഞ്ഞിരുന്നു. എല്ലാം ബോളിവുഡ് പോലെ ആക്കരുത്, ആദ്യം അമ്പരന്നെങ്കിലും അവർ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഞാൻ ആസ്വദിക്കുകയായിരുന്നു. അവർ ചിന്തിക്കുന്നത് എങ്ങനെയെന്ന് നോക്കൂ, ഇവരെയാണ് വിദ്യാസമ്പന്നരായ ആളുകളെന്ന് പറയുന്നത് എന്നായിരുന്നു അഫ്രീദി അന്ന് പ്രതികരിച്ചിരുന്നത്.